ഒരിക്കൽ കൂടി ഭാഗം 33. ഈ മുല്ലപ്പൂവിൻ്റെ മണം അറിഞ്ഞ് കുഞ്ഞ് എഴുന്നേക്കുവാവോ? അവൻ അതും പറഞ്ഞുകൊണ്ടാണ് മോനെ അവിടെ കിടത്തിയത്. ഇതൊക്കെ മാറ്റിയാലോ? അവൻ ചോദിച്ചു. അപ്പോഴും അവൾ ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിൽക്കുന്നു. എന്തു പറ്റി? എന്താ ദേവാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ ചോദിച്ചു. അവൾ അപ്പോഴും ഒന്നും മിണ്ടാതെ നിന്നു. ഏയ്, താൻ പേടിക്കണ്ട, ഇന്ന് ഒന്നും സംഭവിക്കില്ല. ആദ്യം നമുക്ക് പരസ്പരം ഒന്നറിയാം, പ്രണയിക്കാം, എന്നിട്ട് നമുക്കിതിനെക്കുറിച്ച് ആലോചിക്കാം, അവൻ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവൾക്കൊരു ആശ്വാസം തോന്നി. എന്നാ കിടക്കാം. എൻ്റെ ഒപ്പം കിടക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ മാറിപ്പോണോ വേറെ റൂമിലേക്ക്? അവൻ ചോദിച്ചു. അയ്യോ വേണ്ട വേണ്ട സൂരജേട്ടാ, എനിക്ക് കുഴപ്പമില്ല, അവൾ പറഞ്ഞു. എന്നാ കിടക്കാം, അവൻ പറഞ്ഞു. അത് പാല്, അവൾ ടേബിളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഓ, അങ്ങനെയൊക്കെ ഒരു ചടങ്ങുണ്ടല്ലേ. അതെന്തായാലും നമുക്ക് മുടക്കണ്ട, ഇതിൽ നിന്ന് തന്നെ തുടങ്ങാം. പരസ്പരം പങ്കുവെച്ച് എന്തു പറയുന്നു? അവൻ അത് പറഞ്ഞതും അവൾ ആ ഗ്ലാസ് എടുത്ത് അവന് നേരെ നീട്ടി. അവൻ അതിൽ നിന്ന് പകുതിയോളം കുടിച്ചു. ബാക്കി അവൾക്ക് നേരെ നീട്ടി. കുടിച്ചോളൂ ദേവ, അവൻ പറഞ്ഞു. അവൾ അവൻ്റെ കയ്യിൽ നിന്നും ആ ഗ്ലാസ് വാങ്ങി ബാക്കി പാലും മുഴുവനും കുടിച്ചു. അപ്പോൾ ഇനി കിടക്കാം. ഇന്ന് രാവിലെ മുതലുള്ള ഓടിയലച്ചിലല്ലേ, നല്ല ടെൻഷനുണ്ടായിരുന്നു, എല്ലാം കൊണ്ടും നല്ല ക്ഷീണമുണ്ട്, അവൻ പറഞ്ഞു. അതിന് അവളൊന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ. അവൻ ബെഡിൻ്റെ ഈ അറ്റത്തായി കിടന്നു. നടുക്ക് കുഞ്ഞ് കിടക്കുന്നുണ്ട്. ദേവ മറു സൈഡിലൂടെ ചെന്ന് കിടന്നു. സൂരജ് AC-യുടെ തണുപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടു, കുഞ്ഞിന് ഒരുപാട് തണുക്കാതിരിക്കാൻ. ബ്ലാങ്കറ്റ് എടുത്ത് അവനെ പുതപ്പിച്ചു. എന്നിട്ട് ദേവയെ ഒന്ന് നോക്കി. അവൾ അവനെ നോക്കി കിടക്കുകയായിരുന്നു. എന്തു പറ്റി? എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അവൻ ചോദിച്ചു. ഒന്നുമില്ല. എന്തോ ഉണ്ടല്ലോ, പറയടോ, കേൾക്കട്ടെ. അത് എപ്പോഴും കണ്ണൻ ആഗ്രഹിക്കാറുണ്ട്. അവൻ്റെ രണ്ട് സൈഡിലും അച്ഛനും അമ്മയും കിടന്ന് നടുക്ക് അവൻ കിടക്കുന്നത്. എന്നോട് ഒരു പ്രാവശ്യമേ പറഞ്ഞിട്ടുള്ളെങ്കിലും രാത്രി കിടക്കാൻ നേരത്ത് അവൻ എന്നോട് ചേർന്ന് കിടക്കുമ്പോഴും മറു സൈഡിൽ ഒരു ടെഡി ബെയർ വയ്ക്കും. എന്നിട്ട് അതിനെയും കെട്ടിപ്പിടിക്കും. എനിക്കറിയാം അവൻ എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി പിന്നെ പറയാത്തതാണെന്ന്. ഇപ്പോൾ അവൻ ആഗ്രഹിച്ചത് ദൈവം അവന് കൊടുത്തപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്, അവൾ പറഞ്ഞു. ദേവ, കരയാനാണ് പോകുന്നതെങ്കിൽ വേണ്ട, ഇനി കരയണ്ട, അവൻ പറഞ്ഞു. ഇത് സന്തോഷം കൊണ്ടാ. ആയിക്കോട്ടെ, സന്തോഷം കൊണ്ടായാലും സങ്കടം കൊണ്ടായാലും ഇനി നീ കരയണ്ട, അവൻ പറഞ്ഞു. പിന്നെ പെട്ടെന്ന് അവൻ കണ്ണനെ നോക്കി. നല്ല ഉറക്കാണ്. അവൻ പെട്ടെന്ന് കണ്ണനെ എടുത്ത് അവൻ്റെ നെഞ്ചിലേക്ക് കയറ്റി കിടത്തി. ചെറിയൊരു കുറുകലോടെ കണ്ണൻ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു. അവൾ ആ ബ്ലാങ്കറ്റ് എടുത്ത് രണ്ടുപേരെയും പുതപ്പിച്ചു. അവൾ മാറിക്കിടക്കാൻ പോയതും പെട്ടെന്ന് സൂരജ് അവളുടെ കയ്യിൽ പിടിച്ചു. എങ്ങോട്ടാ ഈ മാറിപ്പോകുന്നത്? അവൻ ചോദിച്ചു. ഇല്ല, ഞാൻ വേണ്ട, ഇവിടെ എന്നോട് ചേർന്ന് ഇതിങ്ങനെ കിടന്നാൽ മതി. എൻ്റെ ചൂട് പറ്റി നിങ്ങൾ രണ്ടുപേരും കിടക്കുന്നത് ഞാൻ ഇപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, അവൻ പറഞ്ഞു. പിന്നെ മറിച്ചൊന്നും പറയാൻ നിന്നില്ല. അവൻ്റെ കൈകൾക്ക് മേലെ അവൾ കിടന്നു. അവളെ പൊതിഞ്ഞു പിടിച്ച് അവൻ്റെ ശരീരത്തോട് ചേർത്ത് കിടത്തി. രണ്ടുപേരും അപ്പോൾ പരസ്പരം ഒന്നും സംസാരിച്ചില്ല. പക്ഷേ മനസ്സുകൾ തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നത് പോലെ അവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ തോന്നി. അവൾ ഒരു കൈകൊണ്ട് കണ്ണനെയും ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കെപ്പോഴോ അവൾ മുഖമുയർത്തി സൂരജിനെ നോക്കി. ആള് ഉറങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായി. ശരിയാണ് പറഞ്ഞത്, ഇന്നലെ രാത്രി മുഴുവൻ നല്ല ടെൻഷൻ ഉണ്ടാവും. ഇന്ന് രാവിലെ അമ്പലത്തിൽ വെച്ച് തുടങ്ങിയ ഓട്ടമല്ലേ. ആള് ഉറങ്ങിയിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ മുഖം താഴ്ത്തി അവൻ്റെ നെഞ്ചിലേക്ക് അവളുടെ മുഖം അടുപ്പിച്ചു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വയ്ക്കുന്നത് കണ്ടതും സൂരജിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ കണ്ണുകളടച്ച് കിടക്കുകയായിരുന്നു. അവൾ അവനെ നോക്കുന്നതെല്ലാം അവൻ മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് കിടക്കുന്നതും അവൻ കണ്ടു. അവൻ കുറച്ചുകൂടി അവളെ ചേർത്ത് പിടിച്ചു. അവൻ്റെ കൈ മുറുകുന്നത് അറിഞ്ഞതും അവൾക്ക് മനസ്സിലായി ആൾ ഉറങ്ങിയിട്ടില്ല എന്ന്. അവളും ഒന്ന് പുഞ്ചിരിച്ചു. എപ്പോഴോ രണ്ടുപേരും ഉറക്കത്തിലേക്ക് പോന്നു. രാവിലെ നേരത്തെ കണ്ണു തുറന്നത്. അത് എന്നുമുള്ള ശീലമായതുകൊണ്ട് അവൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അവൾ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ
ഇന്നലെ എങ്ങനെയാണോ കിടന്നത് അതുപോലെ തന്നെയാണ് കിടക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായി. എത്ര നേരമായി ഈ കൈകളിൽ ഇങ്ങനെ കിടക്കുന്നു? കൈ വേദനിച്ച് കാണില്ലേ? നെഞ്ചിലാണെങ്കിൽ മോനും കിടക്കുന്നു. ഒന്ന് ചരിഞ്ഞോ തിരിഞ്ഞോ ഒന്നും കിടക്കാൻ പറ്റിയിട്ടില്ല ആൾക്ക്. അവൾ മനസ്സിലോർത്തു. അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും എഴുന്നേറ്റു. എന്നിട്ട് അവനെ നോക്കി. നല്ല ഉറക്കാണ്. അപ്പോഴും ഒരു കൈ കൊണ്ട് കണ്ണനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അവൾ എഴുന്നേറ്റു ബ്ലാങ്കറ്റ് കൊണ്ട് രണ്ടുപേരെയും മൂടിക്കൊടുത്തു. കണ്ണനെ ഇറക്കി കിടത്താൻ നോക്കിയെങ്കിലും അത് അവൻ്റെ ഉറക്കത്തെ ബാധിക്കുമെന്ന് തോന്നിയത് കാരണം പിന്നെ അനങ്ങാതെ അവൾ എഴുന്നേറ്റ് പോയി. അവൾ എഴുന്നേറ്റ് പോയതും സൂരജ് കണ്ണ് തുറന്നു. അവൾ എഴുന്നേൽക്കുന്നതും അവൻ്റെ മുഖത്തേക്ക് നോക്കി സംസാരിക്കുന്നതും എല്ലാം അവൻ കേട്ടിരുന്നു. അവൾ പോയതും അവൻ കണ്ണനെ നോക്കി. അപ്പോഴും അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് തന്നെ കിടക്കുകയാണ്. അവൻ്റെ ടീഷർട്ടിൻ്റെ ബട്ടൺസ് തുറന്ന് കിടക്കുകയാണ്. അതിനുള്ളിൽ കൂടി കാണുന്ന അവൻ്റെ ആ നഗ്നമായ നെഞ്ചിലാണ് കണ്ണൻ്റെ മുഖം. അവൻ്റെ വായിൽ നിന്നും ചെറുതായി ഉമിനീര് പുറത്തേക്ക് ഒലിച്ചിറങ്ങിയിട്ടുണ്ട്. അത് കണ്ടതും അവന് ചിരി വന്നു. അവൻ കുഞ്ഞിനെ പതിയെ പിടിച്ചുകൊണ്ട് ചരിഞ്ഞു കിടന്നു. എന്നിട്ട് മോനെ ബെഡിലേക്ക് കിടത്തി. അവനെയും ചേർത്ത് പിടിച്ച് അവനും കിടന്നു. രാത്രി മുഴുവനും കൈ അങ്ങനെ വെച്ചതുകൊണ്ടും അവന് തിരിഞ്ഞു കിടക്കാൻ പറ്റാത്തത് കൊണ്ടും ചെറിയൊരു അസ്വസ്ഥത തോന്നിയെങ്കിലും അതവൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇനി അങ്ങോട്ട് അത് ശീലമാക്കണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. ഭദ്ര അപ്പോഴേക്കും ഫ്രഷായി ബാത്റൂമിൽ നിന്നും ഇറങ്ങുന്ന ശബ്ദം കേട്ടതും അവൻ വേഗം കണ്ണുകൾ അടച്ചു. അവൾ ബാത്റൂമിൽ നിന്നും ഇറങ്ങി വേഗം മിററിനടുത്തേക്ക് വന്നു. അവിടെ നിന്നും മുടി അഴിച്ച് നന്നായി തുടച്ചു. ബാൽക്കണിയിലേക്ക് പോയി. അവിടെ നിന്നും മുടി നന്നായി കോതി ഉണക്കിയിട്ടു. എന്നിട്ട് വീണ്ടും റൂമിലേക്ക് വന്നപ്പോഴാണ് അവൾ സൂരജിനെയും കണ്ണനെയും കാണുന്നത്. രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. നല്ല ഉറക്കത്തിലാണെന്ന് അവൾക്ക് തോന്നി. അവൾ വേഗം മിററിന് മുന്നിൽ വന്ന് ഒരു പൊട്ടും എടുത്തു വെച്ചു. നെറ്റിയിലെ ആ സിന്ദൂര രേഖയിലേക്ക് ഇന്നലെ ചോറ്റാനിക്കരയിൽ നിന്ന് കൊണ്ടുവന്ന ആ സിന്ദൂരമെടുത്ത് ചാർത്തി. അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അവൾ അതിൽ നിന്നും കുറച്ച് കുങ്കുമമെടുത്ത് അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ മഞ്ഞ ചരടിലെ താലിയിലേക്ക് തൊട്ടു. ഇതുവരെ മഞ്ഞ ചരടിൽ നിന്നും താലി മാലയിലേക്ക് മാറ്റിയില്ലല്ലോ. ഇനിയിപ്പോൾ 7 ദിവസം കഴിയാതെ ചെയ്യാൻ പറ്റില്ലല്ലോ. അത് കുഴപ്പമില്ല, ഇനി 7 ദിവസം കഴിഞ്ഞിട്ട് മാറ്റാം, അവൾ സ്വയം പറഞ്ഞു. എന്നിട്ട് ബെഡിലേക്ക് നോക്കി. അപ്പോഴും രണ്ടുപേരും ഉറക്കാണ്. അത് കണ്ടതും അവൾ രണ്ടുപേരുടെയും അടുത്തേക്ക് ചെന്നു. കണ്ണൻ്റെ നെറ്റിയിലൊന്ന് തടവി. അവളുടെ മുടിയൊന്ന് ഒതുക്കി വെച്ച് കൊടുത്തു. അതുപോലെ തന്നെ സൂരജിൻ്റെ നെറ്റിയിലും ഒന്ന് തടവി. അവൻ്റെ മുടി നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം അവൾ ഒതുക്കി വെച്ചു. എന്നിട്ട് രണ്ടുപേരെയും നോക്കി. ഒരേപോലെ തോന്നുന്നു രണ്ടുപേരുടെയും കിടപ്പും കാര്യങ്ങളും കണ്ടപ്പോൾ. അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ പുറത്തേക്കിറങ്ങി. വേഗം കിച്ചണിലേക്ക് ചെന്നു. ഇന്നലെ ഫ്രിഡ്ജിൽ പാലും മറ്റും എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കൊണ്ട് എല്ലാവരും ഉള്ളതുകൊണ്ടും അവൾ വേഗം തന്നെ ചായ വയ്ക്കാൻ നോക്കി. അപ്പോഴാണ് അങ്ങോട്ട് രാധമ്മ എഴുന്നേറ്റ് വന്നത്. മോളെ എഴുന്നേറ്റായിരുന്നോ? ആ, ഞാൻ എഴുന്നേറ്റ് രാധമ്മ. എനിക്ക് തോന്നി മോളെ എഴുന്നേറ്റ് കാണുമെന്ന്. രാധമ്മ ഫ്രഷായിട്ട് വാ, ഞാൻ ചായ തരാം. മോളെ, ഞാനെന്ന് ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഞങ്ങൾ രാവിലെ തന്നെ പോവാൻ നോക്കാണ്, രാധമ്മ പറഞ്ഞു. അയ്യോ അത് വേണ്ട, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം, അവൾ പറഞ്ഞു. എന്നാൽ ശരി, എന്നാൽ വേഗം ഞാൻ ഉണ്ടാക്കാം. ഇന്നലെ അപ്പത്തിനുള്ള മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുറുമക്കറി ഉണ്ടാക്കാം, അതുപോലെ രാധമ്മ, അവൾ ചോദിച്ചു. മതി മോളെ, ഇത്രയും ആളുകളില്ലേ, നമുക്ക് 2 പേർക്കും കൂടി ചെയ്യാം. മോള് കുറുമക്കറി ഉണ്ടാക്കിക്കോ, രാധമ്മ അപ്പം ഉണ്ടാക്കാം, അവർ പറഞ്ഞു. അവൾ വേഗം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ അപ്പപാത്രം എടുത്ത് നന്നായി വൃത്തിയാക്കി അവർക്ക് നേരെ നീട്ടി. ഇന്നലെ വാങ്ങിയതാണല്ലേ മോളെ ഇതൊക്കെ? ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല, എല്ലാം ഇന്നലെ സൂരജേട്ടൻ പറഞ്ഞ് വാങ്ങിപ്പിച്ചു, അവൾ പറഞ്ഞു. അവളുടെ ആ സൂരജേട്ടൻ എന്നുള്ള വിളി രാധമ്മ ശ്രദ്ധിച്ചു. കേട്ടതും അവർക്ക് സന്തോഷമായി. അപ്പോഴാണ് അങ്ങോട്ട് നീലിമയും വന്നത്. ആഹാ, 2 പേരും എഴുന്നേറ്റായിരുന്നോ? പിന്നെ ഞങ്ങൾ എഴുന്നേറ്റു. എങ്ങനെയുണ്ടായിരുന്നു ഉറക്കം? അടിപൊളിയായിരുന്നു. AC ഒക്കെ ഇട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി. പക്ഷേ ഗീതുവിൻ്റെയും സാക്ഷിയുടെയും കാലെടുത്തിടൽ, അത് മാത്രമാണ് സഹിക്കാൻ പറ്റാത്തത്. 2 പേരുടെയും ഓരോ കാല് എൻ്റെ ശരീരത്തുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ എനിക്ക് തിരിയാൻ പറ്റിയില്ല, അവൾ പറഞ്ഞു. അപ്പോഴേക്കും ദേവ ചായ എടുത്തിട്ടുണ്ടായിരുന്നു. രാധമ്മേ, ഗോപിയച്ചൻ എഴുന്നേറ്റ് കാണുമല്ലോ, ഈ ചായ കൊണ്ടുപോയി കൊടുക്ക്. ദേവ ഒരു ഗ്ലാസ് ചായ എടുത്ത് രാധമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. ആ, ഗോപിയച്ചൻ ദേ ബാൽക്കണിയിൽ അങ്ങോട്ട് നോക്കിയിരിക്കുന്നുണ്ട്, നല്ല ഭംഗിയാണ് അവിടെ നിന്ന് കാണാൻ, സൂര്യോദയം കാണാൻ, അവൾ പറഞ്ഞു. അതെയോ, എന്നാൽ ഞാൻ ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാവേ.
രാധമ്മ പറഞ്ഞു. പെട്ടെന്നൊന്നും വരണ്ട, പതിയെ വന്നാൽ മതി. രണ്ടുപേരും സൂര്യോദയമൊക്കെ കണ്ട് അവിടെ എങ്ങനെ നിൽക്ക്. നീലു പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ടാക്കിക്കൊള്ളാട്ടോ, അവൾ പറഞ്ഞ് രാധമ്മയെ അങ്ങോട്ട് വിട്ടു. പിന്നെ ദേവയും നീലിമയും സംസാരിച്ചുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഓരോരുത്തരായി എഴുന്നേറ്റ് വന്നു തുടങ്ങി. ആ ഗീതു, നീ ഈ ചായ ഒന്ന് കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കാമോ? അയ്യോ, ഞാൻ പല്ല് തേച്ചിട്ടില്ല ചേച്ചി. നീലു ചേച്ചി കൊണ്ടുപോയി കൊടുക്ക്. അവിടെ രോഹിത്തേട്ടൻ മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ, ബാക്കി ആരും എഴുന്നേറ്റിട്ടില്ല. അതെയോ? അപ്പോൾ ഇന്നലെ അനിൽ പോയായിരുന്നോ? ദേവ ചോദിച്ചു. അനിലേട്ടൻ പോയി. ഇന്നലെ അനിലേട്ടനെ പെങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് വീട്ടിലെത്താൻ പറഞ്ഞു. ഇല്ലെങ്കിൽ പിന്നെ വീട്ടിലേക്ക് വരണ്ടെന്ന് പറഞ്ഞു. അതോടുകൂടി അനിലേട്ടൻ ഓടി. ഗീതു പറഞ്ഞു. അയ്യോ, ഞാൻ ചേച്ചിയെ വിളിച്ച് ഒന്ന് സംസാരിച്ചില്ല. അതൊക്കെ പതിയെ സംസാരിച്ചാൽ മതി, നീ ഇങ്ങനെ ടെൻഷനാവണ്ട. എൻ്റെ നിഗമനം ശരിയാണെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇവിടെ എത്താനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്, നീലിമ പറഞ്ഞു. അതെന്താ? ഇന്നലെ രാത്രി എനിക്കും കിട്ടി നല്ല ചീത്ത. ചെവിയിൽ പഞ്ഞി വെച്ചാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചു. പിന്നെ ഫോൺ സാക്ഷിയുടെ കയ്യിലേക്ക് കൊടുത്തു. അവൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ബാൽക്കണിയിൽ പോയിരുന്ന് ചോക്ലേറ്റ് കഴിക്കുന്നുണ്ടായിരുന്നു. എന്താണ് ഈ രാത്രി കഴിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നേരത്തെ കേട്ട വഴക്കിൻ്റെ ക്ഷീണം മാറാൻ കഴിക്കുകയാണെന്നാണ് പറഞ്ഞത്, നീലു പറഞ്ഞു. അത് കേട്ടതും എല്ലാവരും ചിരിച്ചു. അപ്പോഴേക്കും അങ്ങോട്ട് സാക്ഷി എഴുന്നേറ്റ് വന്നു. കാണണം അവളുടെ കോലം, മുടിയെല്ലാം പാറിപ്പറന്ന്. അത് കണ്ടതും എല്ലാവരും ചിരിച്ചു. എന്തിനാ ചിരിക്കുന്നേ? നീ ആദ്യം നിൻ്റെ മുഖമൊന്ന് കണ്ണാടിയിൽ നോക്കിയേ, നീലു പറഞ്ഞു. എന്തിന്? എനിക്ക് കണ്ണാടി നോക്കണ്ട, എനിക്ക് കണി കാണാൻ ആളുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൾ പതിയെ നടന്നു വന്ന് ദേവയുടെ മുഖത്തേക്ക് പിടിച്ചു. എന്നിട്ട് കണ്ണ് തുറന്നു. നീ കണ്ണടച്ചാണോ വന്നത് സാക്ഷി? ദേവ ചോദിച്ചു. ചെറുതായിട്ട്. എനിക്ക് ദേവയിടത്തിയെ കണി കാണണമെന്ന് തോന്നി, അവൾ പറഞ്ഞു. കാണാൻ പറ്റിയ കണിയാൻ ഞാൻ. ഇന്നത്തെ ദിവസം മുഴുവനും നിൻ്റെ പോക്ക. അത് അവൾ പറഞ്ഞതും എല്ലാവരുടെയും മുഖം വാടി. അത് മനസ്സിലായതും അവൾ പറഞ്ഞു. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, അതിന് എല്ലാവരും എന്തിനിങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? ദേവ, ഇതുപോലെയുള്ള തമാശയൊന്നും നീ പറയരുത്, കേട്ടല്ലോ? നിനക്ക് എന്താ കുഴപ്പം? കുറച്ച് നാൾ ഒരു ദുഃഖമുണ്ടായി എന്നല്ലേ ഉള്ളൂ. ചില മനുഷ്യർ ജനിച്ചിട്ട് മരണം വരെ കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഈ ലോകത്ത്. അത് വെച്ച് നോക്കുമ്പോൾ നീ ഭാഗ്യം ചെയ്തതല്ലേ. ഒന്നുമില്ലെങ്കിലും ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ നീ എങ്ങനെയാണ് ജീവിച്ചത്? സന്തോഷത്തിലും സമാധാനത്തിലും ആയിരുന്നില്ലേ? ആ കുറച്ച് വർഷങ്ങളിൽ നിനക്ക് കഷ്ടപ്പാടുണ്ടായിട്ടുള്ളൂ, വിഷമിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞതേ ഇപ്പോൾ നിനക്ക് വീണ്ടും ദൈവം സ്വർഗതുല്യമായൊരു ജീവിതം തന്നിരിക്കുന്നു. അപ്പോൾ നീ ഭാഗ്യം ചെയ്തത് തന്നെയാണ് ദേവ, നീലു പറഞ്ഞു. ശരി, ഞാൻ വെറുതെ പറഞ്ഞതാ, അവൾ പറഞ്ഞു. ഏട്ടത്തി, സൂരജേട്ടന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കോഫി കിട്ടണം, അത് നിർബന്ധമാണേ, സാക്ഷി പറഞ്ഞു. അതെയോ, ഞാനെന്താ കോഫി കൊടുത്തിട്ട് വരാവേ. അത് പറയുമ്പോൾ അവളുടെ ശബ്ദത്തിലെ ഒരു വെപ്രാളം നീലിമയും ഗീതവും സാക്ഷിയും ശ്രദ്ധിച്ചു. 3 പേരുടെയും ചുണ്ടിൽ ഒരു ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ അത് കണ്ടെങ്കിലും കാണാത്തതുപോലെ വേഗം കോഫിയും എടുത്തുകൊണ്ട് റൂമിലേക്ക് ചെന്നു. അവൾ ചെല്ലുമ്പോൾ നേരത്തെ കിടന്നതുപോലെയല്ല. സൂരജ് കുറച്ച് നീങ്ങിയാണ് കിടക്കുന്നത്. കണ്ണൻ ഒന്നും അറിയാതെ കമന്ന് കിടക്കുന്നുണ്ട്. അവൾ കണ്ണനെ നോക്കി. എന്നിട്ട് സൂരജിൻ്റെ അടുത്തേക്ക് ചെന്നു. കോഫി ബെഡിൻ്റെ സൈഡിലുള്ള ടേബിളിൽ വെച്ചു. അവൾ അവിടെ നിന്നും പോകാൻ നോക്കിയതും പെട്ടെന്ന് സൂരജ് അവളുടെ കയ്യിൽ പിടിച്ചു. അവൾ നോക്കിയപ്പോൾ കണ്ണ് തുറന്ന് അവളെ നോക്കി കിടക്കുകയാണ്. എഴുന്നേറ്റായിരുന്നോ? എഴുന്നേറ്റായിരുന്നു. എഴുന്നേൽക്കുക മാത്രമല്ല, പുറത്തേക്ക് വരാൻ നോക്കി. വാതിൽ തുറക്കാൻ വന്നപ്പോൾ ഒരു സംസാരം കേട്ടു. അത് കേട്ടതും തിരിച്ചു വന്ന് കിടന്നതാണ്. അവനത് പറഞ്ഞപ്പോൾ അവൻ്റെ ശബ്ദത്തിൽ ഒരു മൂർച്ചയുള്ളതുപോലെ അവൾക്ക് തോന്നി. എന്താ സൂരജേട്ടാ? അതോ, എനിക്കേ കണി കാണണമെന്ന് തോന്നി, അതും എൻ്റെ ഭാര്യയെ. അവൻ പെട്ടെന്നത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അവൻ കേട്ടിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി. അത് സൂരജേട്ടാ, ഞാൻ വെറുതെ പറഞ്ഞതാ. ആണോ? വെറുതെ പറഞ്ഞതാണോ? പെട്ടെന്ന് അവളുടെ പിടിച്ചു വെച്ചിരുന്ന ആ കയ്യിൽ പിടിച്ച് അവൻ വലിച്ചതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. അവളുടെ മുടിയെല്ലാം കൊണ്ട് സൂരജിൻ്റെ മുഖം മറഞ്ഞിരുന്നു. അവൻ ഒരു കൈ കൊണ്ട് അവളുടെ ആ മുടി പതിയെ മാറ്റി. അവളുടെ മുടിയിൽ നിന്നും വരുന്ന നല്ല ഷാമ്പുവിൻ്റെ മണം അത് അവൻ ആഞ്ഞു വലിച്ചു. എന്നിട്ട്
അവൻ കണ്ണു തുറന്നു. അവളെ നോക്കി. അവളുടെ മുഖം അവൻ്റെ കഴുത്തിടുക്കിലാണെന്ന് അവൻ അറിഞ്ഞു. അവൻ്റെ നെഞ്ചിടിപ്പ് കൂടുന്നത് പോലെ അവന് തന്നെ തോന്നി. അവളുടെ ശ്വാസം അവൻ്റെ കഴുത്തിടുക്കിൽ വരുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. ദേവ പതിയെ എഴുന്നേക്കാൻ നോക്കിയതും സൂരജ് അവളെ വിടാതെ അരയിൽ പിടിച്ചു. അവൾ മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകളും അവളുടെ കണ്ണുകളും തമ്മിൽ കോർത്തു. ഇനി പറയൂ അങ്ങനെ, അവൻ ചോദിച്ചു. ഇല്ല, ഞാൻ വെറുതെ. അവളിൽ ഒരു പിടച്ചിലും വെപ്രാളവും അവനറിഞ്ഞു. പെട്ടെന്നാണ് അവൻ്റെ കൈ അവളുടെ നഗ്നമായ ഇടുപ്പിൽ ഒരു നുള്ളു കൊടുത്തത്. ആ! അവൾ പെട്ടെന്ന് ശബ്ദമുണ്ടാക്കി. എന്താ? വേദനിച്ചു, അവൾ പറഞ്ഞു. ആണോ? ഇത്തിരി മുമ്പ് അവിടെ പറഞ്ഞില്ലേ? അപ്പോൾ എനിക്കിതേ ഇവിടെയാണ് വേദനിച്ചത്. അവൻ അവൻ്റെ ഇടത് കൈകൊണ്ട് നെഞ്ചിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. സോറി സൂരജേട്ടാ. ആദ്യത്തെ പ്രാവശ്യമായതുകൊണ്ട് ക്ഷമിച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ കണ്ടത് നിന്നെയാണ്. ഞാനൊന്ന് നോക്കട്ടെ, ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്ന്. ഒരു പക്ഷേ ഇതുകൊണ്ട് എനിക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? പെട്ടെന്ന് അവൾ അവൻ്റെ വായിൽ പൊത്തിപ്പിടിച്ചു. വേണ്ട, ഒന്നും ഉണ്ടാവില്ല. ഞാനിനി പറയില്ല, സത്യമായിട്ടും പറയില്ല. അവളുടെ ശബ്ദമിടറി. അവൾ കരയുമെന്ന പോലെ തോന്നി. ഉറപ്പല്ലേ? ഉറപ്പ്. എന്നാ എഴുന്നേക്ക്. അവൾ പതിയെ എഴുന്നേക്കാൻ നോക്കിയതും. അല്ലെങ്കിൽ വേണ്ട, കുറച്ചു നേരം കൂടി ഇവിടെ കിടന്നാലോ? ഏയ് സൂരജിട്ട, എല്ലാവരും അടുക്കളയിലുണ്ട്, എനിക്ക് പണിയുണ്ട്, അവൾ പറഞ്ഞു. ആണോ? എന്നാ തൽക്കാലത്തേക്ക് വിട്ടിരിക്കുന്നു. അവൻ കൈ അഴച്ചതും അവൾ അവിടെ നിന്നും ഓടിപ്പോയി. അവൾ ഓടിപ്പോകുന്നത് കണ്ട് അവൻ ചിരിച്ചു. അവൾ വാതിലിനടുത്ത് ചെന്ന് വാതിൽ തുറന്നതും അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവളെ നോക്കിക്കൊണ്ട് തന്നെ അവൻ കിടക്കുകയാണ്. പോയിട്ട് വേഗം വരുമോ? അവൻ ചോദിച്ചു. ഇല്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ വേഗം വാതിൽ തുറന്ന് ഓടി. അവൾ ഓടി അടുക്കളയിലേക്ക് വന്നതും എല്ലാവരും ഞെട്ടി അവളെ നോക്കി. എന്താ പറ്റിയേ? ഏട്ടൻ ഓടിച്ചോ ചേച്ചിനെ? ഞാൻ പറഞ്ഞില്ലേ ചായ ചൂട് വേണമെന്ന്. ചൂടോടുകൂടി ചായ കൊടുത്തില്ലെങ്കിൽ ഏട്ടൻ ദേഷ്യപ്പെടും. പക്ഷി വലിയ കാര്യം പറയുന്നത് പോലെ പറഞ്ഞു. അത് ശരിയാ, ചൂടോടുകൂടി എന്തോ കൊടുത്തതിൻ്റെ മട്ടുണ്ട്, നീലു ദേവയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവളുടെ മുഖത്തെ വെപ്രാളവും ഒരു പേടിയുമെല്ലാം അവൾ കണ്ടു. എന്ത് പറ്റി? എൻ്റെ ദേവക്കുട്ടി വിറയ്ക്കുന്നുണ്ടല്ലോ. കമ്മീഷണർ സാറ് ചൂടായിട്ട് എന്താ തന്നത്? അവൾ ചോദിച്ചു. അതും സാക്ഷിയും ഗീതവും കേൾക്കാതെ പതിയാണ് ചോദിച്ചത്. ഒന്നുമില്ല, ഞാൻ പെട്ടെന്ന് പാല് അല്ല അത് അപ്പം അടുപ്പത്ത്, അത് ഞാനല്ലേ നോക്കിയത്, അവൾ പറഞ്ഞു. അല്ല കുറുമക്കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നോക്കാൻ വേണ്ടി ഓടി വന്നതാ. മതി മോളെ ദേവാ നിന്ന് പരിങ്ങിയത്. നിൻ്റെ ഈ ചുവന്ന മുഖം, നിൻ്റെ വിറയ്ക്കുന്ന ചുണ്ടുകൾ, ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി, നീലു പതിയെ പറഞ്ഞു. എന്താ ചേച്ചിക്ക് എന്താ മനസ്സിലായത്? സാക്ഷി ചോദിച്ചു. അങ്ങനെ പലതും നമ്മൾ മനസ്സിലാകേണ്ടിയിരിക്കുന്നു. ഞാൻ വേഗം വീട്ടിലേക്ക് പോവുകയാണ്, നീലു പറഞ്ഞു. അയ്യോ, അതെന്താ പെട്ടെന്ന്? നമ്മളിവിടെ നിന്ന് പെട്ടെന്ന് പോകുന്നതാണ് നല്ലത്, നീലു അർത്ഥം വെച്ചതുപോലെ പറഞ്ഞു. അപ്പോഴേക്കും രാധമ്മ അങ്ങോട്ട് വന്നതും വേഗം ദേവ സ്റ്റവിനടുത്തേക്ക് ചെന്നു. കുറുമക്കറി റെഡിയാക്കാൻ തുടങ്ങി. ഇതുവരെ കഴിഞ്ഞില്ലേ? ആ കഴിഞ്ഞു. അല്ല മോളെ, അവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്, ചായ കൊടുത്തായിരുന്നോ? രാധമ്മ ചോദിച്ചു. ഒരു ചായ ഇപ്പോൾ കൊടുത്തു, ബാക്കിയുള്ളവർക്കുള്ളത് ഞങ്ങൾ കൊടുത്തോളാം, നീലു ദേവയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ദേവ വേഗം സാരി തലപ്പ് കൊണ്ട് അവളുടെ കഴുത്തും മുഖവുമെല്ലാം തുടച്ചു. എന്നിട്ട് വേഗം കറി റെഡിയാക്കാൻ തുടങ്ങി. എല്ലാവർക്കുമുള്ള ചായയുമായി നീലു ഹാളിലേക്ക് പോയി. സാക്ഷിയും ഗീതവും പല്ല് തേക്കാൻ എന്ന് പറഞ്ഞു പോയി. രാധമ്മ ഇന്നലെ അപ്പുറത്തെ ഫ്ലാറ്റിൽ നിന്ന് തന്ന വിളക്ക് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. ദേവ വേഗം അടുക്കളപ്പണിയിലായിരുന്നു. അല്പസമയം കഴിഞ്ഞതും അവളുടെ നഗ്നമായ വയറിൽ ഒരു തണുത്ത കൈസ്പർശം അവൾ അറിഞ്ഞു. പെട്ടെന്ന് ആ കൈ മുറുകിക്കൊണ്ട് അവളെ വലിച്ച് ഒരു നെഞ്ചിലേക്ക് അടുപ്പിച്ചു. അത് ആരുടെയാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. ആ നിമിഷം തന്നെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ഷോൾഡറിൽ അമർന്നു. ഈ കഥ കേട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.